പൊതുവാൾ മാഷേ, എസ് മാഷ്, വാൽ മാഷ്, ഫു. ആരാ? തുറക്കടാ. തുറക്കാൻ. തുറക്ക്. ഞാൻ തുറക്കാനാ പറയാ. ഞാൻ ചവിട്ടി പൊളിക്കുവാ. എന്താണ് അവിടെ കാര്യം? ഇവിടെ വാടാ. മറിക്ക. എന്തിനാണ് സത്യ രാത്രിയിൽ നീ ഓഫീസിൽ വന്ന് കയറിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ രാത്രി ഓഫീസിൽ വന്ന് കയറിയെന്ന്? എന്തിന്? മോഷ്ടിക്കാൻ. സ്കൂൾ ഫീസ് സ്കോളർഷിപ്പുമായി ചില്ലാനം അലമാരിയിൽ വെച്ചിരുന്നു. കൃത്യമായിട്ട് അലമാര തന്നെ തോന്നുന്നു. എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ അമ്മയാണ് സത്യം, ഞാൻ കള്ളനല്ല മാഷേ. അലമാരിയിൽ കാശിരിക്കുന്ന വിവരം രണ്ട് വ്യക്തികൾക്ക് അറിയുള്ളൂ. തന്റെ അറിവില്ലാതെ അലമാരിയുടെ താക്കോലേക്കൻ ഇവന്റെ കയ്യിൽ വന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. എടോ, ഞങ്ങളും ഒക്കെ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? മനസ്സിലായോ? മാഷെ, ദൈവദോഷം പറയരുത്. പറയുന്നതിലേ ഉള്ളൂ പ്രശ്നം, കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഉന്നാര മോനെ വിളിച്ചോണ്ട് പോണോ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ? മേലാലി കോമ്പൗണ്ടിൽ കയറി പോയത് കൊണ്ടുപോണോ? നോക്കി ഇറങ്ങി എന്നിട്ടെന്താവാൻ? അച്ഛന്റെ പണി പാപ്പനും കൂടായി. എന്റെ ജീവിതം പൊതുവാള് നക്കി. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അയാൾ ചുവന്ന വരെ ഇട്ടതുകൊണ്ട് എന്റെ പഠിത്തം കൊല്ലം കൂട്ടുപോയി. അല്ല, എനിക്ക് മനസ്സിലാവത്തിയതാണ്. സിനിമയിലും ഇങ്ങനെ തന്നെയാണ്. നായകൻ നായകടുത്ത് വാതുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അണ്ണനെന്ന് അഞ്ചരി ചേച്ചിയുടെ നടന്നാലും തുറന്നു പറയായിരുന്നില്ലേ? അണ്ണന്റെ വല്ല പഴം തിരികെ വെച്ചേടാ പോത്തെ. നാണക്കേട് കൊണ്ട് നാട് വിടണോ അതോ വിഷം കുടിച്ച് തൂങ്ങിച്ചാവണോ എന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് അവളുടെ അടുത്ത് കഥ പറയാൻ ചെല്ലണത്. പറയുമ്പോ തന്നെ അത് അവൾ അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്യും. എന്റെ അച്ഛൻ വിശ്വസിച്ചിട്ടില്ല, പിന്നെയാണ് അവള്. അല്ലണ്ണ, അപ്പൊ നിങ്ങളുടെ ഈ കല്യാണം നടത്താൻ ഈ പൊതുവാള് മനുഷ്യ സമ്മതിക്കൂ? പറഞ്ഞോട്ടല്ലോ പൊതുവാള് ഞാൻ തട്ടും. എന്നിട്ട് അയാളുടെ സുന്ദരി പെണ്ണ് ഞാൻ കെട്ടും. എന്നിട്ട് അവളെ ഞാൻ കൊല്ലും. ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും. ഏയ് നരൻ. ഹലോ നരൻ, സോറി, ഇന്നലെ ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഞാൻ രാവിലെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഉണർന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. എനിവേ, താങ്ക് യു വെരി മച്ച് നരൻ. പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഒരു ട്രീറ്റ് ഉണ്ട്. നരൻ തീർച്ചയായിട്ടും വരണം. ഓ ആണോ? എന്നാ ഒരു 11 o'clock കാണാം. അയ്യോ, 9 മണിക്ക് ഒരു 10 മണി. ഓക്കെ. നരനായിരുന്നു പാർട്ടി നാളെ മതിയെന്ന്. ഇന്നെന്നോട് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. അയ്യോ, ബ്ലഷിങ്. പിന്നെ സാർ, ഓർഡർ എന്തെങ്കിലും വേണ്ടിവരും. ഇപ്പൊ വയറ്റിൽ തീയ, അതൊന്ന് കെട്ടോട്ടെ. എക്സ്ക്യൂസ് മീ, ഒന്ന് ഇതുവഴി വരൂ. താങ്ക് യു. നല്ല ടേസ്റ്റ്. ആരോടിച്ചെന്റെ ബാക്കിയാണാവോ? ദിനമിതു കാത്തിരുന്നേറെ ഞാൻ, ചിരിമുഖമോർത്തിരുന്നേറെ ഞാൻ. മഴവില്ലു പോലെ വന്നിതാ നീ എന്നും എൻ വിസ്മയം. ഇനി ഇതൊരെൻ പകൽ സ്വപ്നമോ സ്വയം ഇനി നുള്ളി നോക്കുന്നു ഞാൻ. മനസ്സിന്റെ താളിൽ പീലി പോലെ കാത്തിടും മോഹമേ. ഹലോ, ഇതെന്തു? അഞ്ജലി 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 ഹോ അഞ്ജലി 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 അഞ്ജലി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊന്ന് കണ്ടോട്ടെ. എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാം. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നോട്ടെ. ആ, എന്തായാലും നരനൊന്നും പറയുന്നില്ല. എങ്കിൽ ഞാനൊരു സർപ്രൈസ് തരട്ടെ? തന്നോളൂ. നരനെ പരിചയപ്പെടാൻ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വരട്ടെ, അച്ഛന്മാരെല്ലാം വരട്ടെ. അച്ഛനെ കൂട്ടി ഒരുമിച്ച് വരാനാ ഞാൻ പത്രസമയം പറഞ്ഞത്. അച്ഛന് ബാങ്കിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. അച്ഛൻ ആ എവിടെ? ഇവിടെ ഉണ്ട്. നരൻ എന്തൊരു ടെൻഷൻ പോലെ. ഏയ്
എനിക്കോ? അല്ല, ഈ ടെൻഷൻ എന്ന് വെച്ചാല് അഞ്ജലിയുടെ അച്ഛൻ പെട്ടെന്ന് വരുന്ന സമയത്ത് അച്ഛൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലല്ല, ഐ മീൻ അച്ഛനെ കണ്ട അല്ല ഞാൻ എങ്ങനെ ഇരിക്കും? എഴുന്നേക്കണോ ബഹുമാനിക്കണോ അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോ ഒരു റിലീഫ് ഉണ്ടല്ലോ, അതാണ് ഒരു വിജാഗിരി. സോറി, വിനാഗിരി. നരൻ, are you okay? എനിക്ക് ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ ഞാൻ ഈ വിനാഗിരിയൊക്കെ എടുത്ത് കുടിക്കും. ഹാബിറ്റ് അതാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അച്ഛന് സർപ്രൈസ് കൊടുത്താലോ? അഞ്ജലി ഒന്ന് പെട്ടെന്ന് മാറി തരുമോ? ഒരു 5 മിനിറ്റ്. എന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോ ഒരിക്കലും മാർക്കാത്തൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാം. നരൻ, പ്ലീസ് അഞ്ജലി ഒന്ന് മാറി പ്ലീസ്. ഐ വിൽ മാനേജ് പ്ലീസ്. വാഷ്റൂം വരെ പോയിട്ട് വരാം. പ്ലീസ്. ദൈവം കൂടെ ഉണ്ട്. എന്തെങ്കിലും പറ്റിയോ സാർ? ഇങ്ങനെ അടിച്ച് വേണം, വല്ലത് പറ്റാതിരിക്കോ? അല്പം കോമൺ സെൻസ് വേണം. ഇത്ര കെയർലെസ് ആയിട്ടാണോ ട്രോളിംഗ് നടക്കുന്നത്? എന്റെ കണ്ണട അവിടെ. ഈ കണ്ണടയില്ലാണ്ട് എന്നെ എങ്ങനെ കാണൂടും? അയ്യോടാ, ചത്തുപോയി. അയ്യോ, എന്ത് പറ്റി? നിങ്ങൾ വിട്, എന്റെ കണ്ണട ദാ അവിടെ. കണ്ണട വെച്ചോളൂ. ആ, ആ, എന്താ ഇത്? നേരത്തെ കണ്ണടയായിരുന്നു, വീണതിന് ശേഷം തവള വണ്ടിയേറിയവില്ലേ, ഗ്ലാസ് ഒക്കെ പൊട്ടി. അയ്യോ, ഛേ, നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷെ എന്തൊരു കെയർലെസ് ആണ് ഇവിടുത്തെ ആളുകൾ എന്താ അല്ലേ? എന്ത് പറ്റി? അച്ഛനടുത്ത ട്രോളി തള്ളി താഴെയിട്ടു. ഞാനോ? അല്ലല്ല, അച്ഛനെ ഇവിടുത്തെ ട്രോളി തള്ളി താഴെയിട്ടു. ഭാഗ്യത്തിന് കണ്ണട മാത്രമേ പൊട്ടിയുള്ളൂ. അയ്യോ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ഡേ, ആ സ്പെയർ ഗ്ലാസ് കാറിൽ ഇരിപ്പുണ്ട്, പോയി എടുത്തോണ്ട് പോവാ. അച്ഛൻ, ഇത് നരൻ, എന്റെ ഫ്രണ്ടാണ്. ഹലോ, ഹായ്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയി എടുത്തിട്ട് വരാം. പോയിട്ട് വരൂ. സാറിന് പഴയ പോലെ കണ്ണട ഇല്ലാണ്ട് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? പണ്ടത്തെ കാര്യം തനിക്ക് എങ്ങനെ അറിയാം? അല്ല, അഞ്ജലി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ശബ്ദം കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും പറയാറുണ്ട് എന്റെ വോയിസും യേശുദാസിന്റെ വോയിസും ഒരുപോലെയാണെന്ന്. അതല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആരുടെയോ ശബ്ദം പോലെ. എന്നെ കൊണ്ടേ പോവുള്ളൂ. ഹലോ, അച്ഛ ഒരു മിനിറ്റ്, ഒരു കോളാണേ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ, ഔട്ട് ഗോയിങ് കോളാണേ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഫോൺ കണ്ടോ? പോയിട്ട് വരാവേ. അഞ്ജലി, എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോണം. അയ്യോ, അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു പോയാ പോരെ? അയ്യോ, തീരെ സമയമില്ല. ഇറ്റ്സ് വെരി അർജന്റ്. ഒരു 15 lakhs ചെക്കിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ സൈൻ ചെയ്യാൻ മറന്നേ. അല്ല, അഞ്ജലിക്ക് വിഷമാവണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഒരു 20 lakhs ലോസ് വരുന്നുള്ളൂ, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അയ്യോ, ഇല്ല, സാരമില്ല. ജോലി തിരക്കാരനല്ലേ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. താങ്ക് യു അഞ്ജലി, താങ്ക്സ് എ ലോട്ട്. അപ്പൊ നമ്മൾ നാളെ പാർട്ടിക്കാണെന്നോ? ഓക്കെ. പിന്നെ അച്ഛനെ നാളെ പാർട്ടി കൊണ്ടുവരണ്ട കേട്ടോ, നന്നായി വീണുണ്ട് മുഖം അടിച്ചിട്ട്. അപ്പൊ ആള് ശരിക്കും റിലാക്സ് ചെയ്യട്ടെ. ഓക്കെ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ.